ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചുങ്കിടി ഡിസൈനിങ് ആണ് കേട്ടോ. നമുക്കതിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പം നോർമലി നമുക്ക് ത്രെഡ് കട്ടിങ് ത്രെഡ് കട്ടർ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വൈറ്റ് ക്ലോത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ കോട്ടൺ ക്ലോത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വരുന്നത് കുറച്ച് ചെറിയ ധാന്യങ്ങൾ, മുതിരയോ ഒന്നോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഇതായിട്ടുള്ള ഗ്രെയിൻസ് ഏതെങ്കിലും എടുത്ത് വയ്ക്കാം. പിന്നെ ഇത് കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ ഇതാ ഒരു പേൾ എടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് ഡൈ പൗഡറാണ്. ഡൈ പൗഡർ ഞാനിപ്പോൾ കഥം എന്നൊരു ബ്രാൻഡിൻ്റെയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ക്ലോത്ത് അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ഈ സെഷനിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ചെറിയ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അത് ഓൾ ഓവർ ഡിസൈനാണ്. ആ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെറിയ ഗ്രെയിൻസ് വെച്ച് കെട്ടുകയാണ് ചെയ്യുന്നതിനകത്ത്. പക്ഷെ അത് കെട്ടുമ്പോൾ നമ്മൾ കെട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഓരോ കെട്ടുകൾ വീഴുമ്പോൾ നമുക്ക് എവിടെയാണ് പ്രോപ്പറായിട്ട് ഡിസൈൻ വേണ്ടതെന്ന് മനസ്സിലാവില്ല. സോ ഞാനിത് ഇപ്പോൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ മണികൾ വെച്ച് കെട്ടാനാണ് പോകുന്നത് കേട്ടോ. ഇതപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഉഴുന്നാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കെട്ടാം കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ട് ചെറിയൊരു ഡിസൈൻ അവിടെ ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് വേണമെന്നേ ഉള്ളൂ. അത് അതിനകത്ത് വെച്ച് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ പതിയെ കെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഈ പോയിന്റിലേക്ക് വെച്ച് നമ്മളങ്ങനെ ടൈ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മറ്റൊന്നല്ല, ഇതാകുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കും. പിന്നെ കുറച്ച് ടൈറ്റായിട്ട് കെട്ടാനും എളുപ്പമാണ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ത്രെഡ് ഉപയോഗിക്കാം. ത്രെഡ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചുറ്റുന്ന നൂലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് പാടില്ല. ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനിന് അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ഈ ഡിസൈനിൽ ഫുള്ളായിട്ടും ഇതുപോലെ മുട്ട് കെട്ടി വയ്ക്കാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഉഴുന്ന് വെച്ച് കെട്ടിയിട്ടുള്ള ഫുള്ള് കെട്ടി കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മളൊരു സ്റ്റോണാണ് ഉപയോഗിക്കുന്നത്. സ്റ്റോൺ സെൻറ്ററിൽ വെച്ചതിന് ശേഷം അതിനൊന്ന് ഫോൾഡ് ചെയ്ത് സെൻറ്ററിൽ നമ്മൾ ഈ സ്റ്റോൺ വെച്ച് കെട്ടുകയാണ് കേട്ടോ. നമുക്ക് ആ ഡിസ്റ്റൻസിൽ തന്നെ ചുറ്റുന്നുണ്ട്. കുറച്ചധികം ലെങ്ത്തിൽ ത്രെഡ് ചുറ്റുന്നുണ്ട് കേട്ടോ. ത്രെഡ് കുറച്ചധികം നീളത്തിൽ ചുറ്റുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് നന്നായി വിരിച്ച് വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ ചുളിച്ച് പിടിക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രാവശ്യം ഇവിടെ ഒരു നോട്ടിട്ട് കൊടുക്കാം. നൂല് ചുരുങ്ങാനായിട്ടുള്ള ഗ്യാപ്പ് പാടില്ല കേട്ടോ. ഇപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഈ നൂലിൻ്റെ ചുറ്റിൻ്റെ ഇടയിൽ ഒട്ടും തന്നെ ഗ്യാപ്പ് പാടില്ല. മാത്രമല്ല നൂല് നല്ല ടൈറ്റിൽ ചുറ്റും വേണം കേട്ടോ. കുറച്ചുകൂടെ ഗ്യാപ്പിൽ ഇവിടെ കൂടി ഒരു നോട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് തുണിനെ പ്ലീറ്റ്സ് പോലെ പിടിക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ 4 സ്ഥലത്ത് നമ്മൾ നോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളൊരു പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു വുഡൻ പീസ് എടുത്ത് നമ്മൾ ഈ തുണിയുടെ ഉള്ളിൽ വെച്ച് പതിയെ റോൾ ചെയ്യാം. റോൾ ചെയ്തതിന് ശേഷം ഇതിന് മീതെ കൂടെ നമ്മൾ നൂല് ചുറ്റി കൊടുക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്കൊരെണ്ണം വെറുതെ നമ്മളൊന്ന് റഫായിട്ട് ഇങ്ങനെ ചുളിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ചുളിച്ചെടുക്കാം. നന്നായി ചുളിച്ച് ഒരു ബോൾ പോലെ പരമാവധി അതൊരു ക്രാക്കിൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ പരമാവധി ചുരുട്ടിയിട്ട് വെറുതെ അതുമ്പോൾ നൂല് ചുറ്റുക. പിന്നെ നമ്മളിപ്പോൾ 4 തരത്തിലുള്ള ടെക്സ്ചറാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. 5 തരത്തിൽ. ഇത് നമ്മൾ പെൻസിൽ റോൾ ചെയ്തതാണ്. ഇത് നമ്മൾ പ്ലീറ്റ്സെടുത്ത് റോൾ ചെയ്തതാണ്. ഇത് നമ്മൾ ഉഴുന്ന് വെച്ച് കെട്ടിയതാണ്. ഇത് നമ്മൾ സ്റ്റോൺ വെച്ചിട്ട് വേറെ ടെക്സ്ചർ. ഇതിനെല്ലാത്തിനും നമുക്ക് ഇനി ഡൈ ചെയ്യാം. ഇനി ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കാം. ആ ചൂടാവുന്ന വെള്ളത്തിലേക്ക് ഏകദേശം ഞാനിപ്പോൾ ഒരു ഇത്രയ്ക്കും ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കളറ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് കദം എന്നൊരു ബ്രാൻഡിൻ്റെ കളറാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഓറഞ്ച് കളറാണ് കേട്ടോ. നമുക്കിത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇടാം. നമുക്ക് ഈ ഡൈ കളറ് കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യണം. അത് ഞാൻ കുറച്ച് ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കുകയാണ്. ഇനി കളർ നമ്മൾ ഇതിലാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളിതുപോലെ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡൈ കളർ, ഇത് കദം ബ്രാൻഡിൻ്റെയാണ്. ഞാൻ ഈ ഡൈ കളർ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ഇതിലടിയിൽ കുറച്ച് ഗ്രെയിൻസ് ഒക്കെ ഉണ്ട്. അതങ്ങനെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അതിങ്ങനെ വന്നു കഴിഞ്ഞാൽ തുണിയിൽ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് പാടുകളായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് അവോയ്ഡ് ചെയ്യാനായിട്ട് നല്ല ഡൈല്യൂട്ടായത് മാത്രം ഇതിലേക്ക് ഒഴിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഡൈ ചെയ്യാനുള്ള ക്ലോത്തുകൾ ഫുള്ള് വെറും വെള്ളത്തിൽ പ്ലെയിൻ വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാനൊരു പ്ലെയിൻ വാട്ടറിൽ നനച്ചെടുത്തിട്ടുണ്ട്. കാണുന്നില്ലേ? ഇതിൽ നിന്ന് പിഴിഞ്ഞ് ചെറിയൊരു നനവേ ആവശ്യമുള്ളൂ. നേരെ ഈ കളയ്ക്കുന്ന ഡൈ പൗഡറിലേക്ക് ഇടണം കേട്ടോ. നന്നായി നനയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് പോലെയൊക്കെ ഇത് കെട്ടിയിട്ടുള്ളതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം നനവ് കിടക്കണം. അപ്പോൾ തുണി നന്നായിട്ടൊന്ന് നനച്ച് നന്നായിട്ട് കുതിർത്തി പിഴിഞ്ഞിട്ട് വേണം നമ്മൾ ഡൈയിലേക്ക് ഇടാനായിട്ട്. നെക്സ്റ്റ് നമ്മളുടെ ബോൾ പോലെ കെട്ടിയിടുന്നുണ്ട്. നമ്മൾ പെൻസിലിൽ ഡിപ്പ് ചെയ്ത് റോൾ ചെയ്ത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നനക്കി കൊടുക്കണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ മാത്രം കളർ കൂടുതലാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിങ്ങനെ നല്ല ഇപ്പോൾ ഞാൻ തീ കുറച്ചിട്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇവിടെ ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ തുണി ഡൈ ചെയ്യുമ്പോൾ ചുവടി ചെയ്യുമ്പോഴായാലും ഡൈ ചെയ്യുമ്പോഴായാലും ഇതിലിപ്പോൾ പ്ലെയിൻ ക്ലോത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓറഞ്ച് കളറായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഡൈ ചെയ്യുമ്പോഴായാലും ചുവടി ചെയ്യുമ്പോഴായാലും തുണിക്ക് ഇതുപോലെ, അതായത് നമ്മുടെ ക്ലോത്തിന് ഇതുപോലെ നല്ല ഫ്രീ മൂവ്മെൻറ്റിനുള്ള വാട്ടർ ഇതിനകത്ത് വേണം. അതുപോലെ കുറച്ച് വെള്ളത്തിലിട്ട് നമ്മളിതിനെ ചെയ്ത് കഴിഞ്ഞാൽ പലയിടത്തും പല ഷെയ്ഡുകളായിട്ട് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം അത് തിളയ്ക്കാനായിട്ട് ഇടുന്നത്. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കൂടുതൽ സമയം നമ്മൾ മുക്കിയെടുത്തിരുന്നത് കേട്ടോ. പിന്നെ മാത്രമല്ല ഓരോ തുണിക്കും ഡൈക്ക് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ കോട്ടൺ ക്ലോത്തിലാണ്. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം ഇതെടുത്ത് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വെള്ളത്തിൽ നിന്ന് ചെറുതായിട്ട് ഇപ്പോൾ ആവി കൊണ്ട് കണ്ടോ നമ്മുടെ ഡൈയിലേക്ക് കളറൊക്കെ നമ്മുടെ ഡൈ കളറൊക്കെ തുണിയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരെ എടുത്ത് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകണം. അപ്പോൾ ഞാനിവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇതിനെ എടുത്ത് മാറ്റുകയാണ്. ഓക്കെ, ഇതിനെ നമുക്ക് നല്ല തണുത്ത വെള്ളത്തിൽ നന്നായി 2 തവണ വാഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് 3 തവണ വെള്ളത്തിൽ പ്ലെയിൻ വാട്ടറിൽ, അതായത് പൈപ്പ് വെള്ളത്തിൽ, സാധാരണ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും. നന്നായിട്ട് വാഷ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വാഷ് ചെയ്യുന്നതോറും ഇങ്ങനെ കളർ വെള്ളം അതിന് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോയി ലാസ്റ്റ് ആ വെള്ളം പ്ലെയിൻ വാട്ടർ ആവുന്നത്, കളറില്ലാത്ത വെള്ളം ആവുന്നത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്തിട്ട് ഇത് നമുക്ക് ഉണക്കിയിട്ട് വേണം നമുക്കത് നോക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്, ഇതിനുണ്ട് നല്ല വെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഡൈ ഡൈക്കുള്ള കുറച്ച് ഇതും കുറച്ചുകൂടി ഒന്നുമില്ല, കുറച്ചുകൂടി തിക്കായിട്ടിരിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ നോട്ടൊന്ന് അഴിച്ചു നോക്കാം കേട്ടോ. എങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിതിൻ്റെ കെട്ടികളൊക്കെ ഒന്ന് പൊട്ടിക്കാം. നമ്മുടെ കെട്ടികളൊക്കെ പൊട്ടിച്ചിട്ട് ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട്. എടുത്ത് നമുക്ക് ഇത് അയച്ചു നോക്കാം. കേടുവൻ നമുക്ക് ഇതിൻ്റെ നോക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ റിസൾട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാത്തിൻ്റെ കൂടെ ഇന്നത്തെ ഫൈനൽ ഔട്ട്കം കേട്ടോ. അപ്പോൾ ഇത് സിംഗിൾ കളറാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഡബിൾ കളറും സിംഗിൾ കളറും പഠിക്കാം. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഡൗട്ട്സ് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ചെയ്യാം. ബൈ ബൈ.